ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും രുചിഭേദങ്ങളിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ചെറുപയർ കൊണ്ടുള്ളൊരു സ്വീറ്റ് ചുണ്ടലാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. മാത്രമല്ല ഇത് അധികം നേരം വേണ്ട ഉണ്ടാക്കാനായിട്ട്. ഇത് ചെറുപയർ കുതിർത്ത് പ്രഷർ കുക്ക് ചെയ്യേണ്ട സമയം മാത്രം മതി. ബാക്കി ഒരു 3 മിനിറ്റിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അത്രയും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്വീറ്റാണത്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് അപ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ വരും, അതും ക്ലിക്ക് ചെയ്ത് ഓൾ കൊടുത്തു കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഉടനെ തന്നെ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടും. ഈ ചെറുപയർ ഞാൻ ലൈറ്റായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്തു. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു മണമാണ്. അതിനുശേഷം ഒരു 4-5 മണിക്കൂർ കുതിർത്ത് വെച്ചു. ഡ്രൈ റോസ്റ്റ് ചെയ്ത് നന്നായിട്ട് ആറിയ ശേഷം മാത്രമേ നമ്മൾ കുതിർക്കാനായിട്ട് വെക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അത് തരിച്ചു പോവും. കുതിർത്ത് വെച്ചില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, കുറച്ചധികം വിസിൽ വെക്കണമെന്നേ ഉള്ളൂ. ഇത് ഞാനൊരു 5 മണിക്കൂറായിട്ടുണ്ടാവും ഏകദേശം. നമ്മൾ തൊട്ട് നോക്കുമ്പോൾ അറിയാം, ഉണ്ടില്ലേ, നന്നായിട്ട് സോഫ്റ്റായിട്ടുണ്ട്. ഇതിനി ഒരു 2 വിസിലിന് പ്രഷർ കുക്ക് ചെയ്തെടുക്കാം. ഇത് ഞാൻ വൃത്തിയായിട്ട് കഴുകിയിട്ട് നല്ല വെള്ളം ഒഴിച്ച് വെച്ചതാണ്. കുക്കറിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. ചെറുപയർ ഞാൻ ഇറക്കി വെക്കുകയാണ് ഒരു പാത്രത്തിലാക്കിയിട്ട്. ഇനി അടച്ച് വയ്ക്കാം. പ്രഷർ പോയിട്ടുണ്ട്, തുറന്നു നോക്കാം. വെന്തോ നോക്കട്ടെ. കറക്റ്റായിട്ടുണ്ട്. ചെറുപയർ ഒരു കടായിലേക്ക് മാറ്റിയിട്ടുണ്ട്. കറക്റ്റായിട്ടുള്ള വേവ് തന്നെയാണ് നമുക്ക് കിട്ടിയത്. ബിഗിനേഴ്സിന് വേണ്ടി പറയുകയാണ്, നമ്മൾ പ്രഷർ കുക്ക് ചെയ്യണ സമയത്ത് നല്ല പെട്ടെന്ന് ആയിക്കോട്ടെ വിസിൽ എന്ന് പറഞ്ഞാൽ ഹൈ ഫ്ലെയിമിൽ അങ്ങോട്ട് വെക്കരുത്. ലോ ടു മീഡിയം ഫ്ലെയിം വേണം വെക്കാൻ, എന്നാലേ അത് കറക്റ്റായിട്ടുള്ള വേവ് ആവുള്ളൂ. അല്ലെങ്കിൽ കറക്റ്റായിട്ട് വേവില്ല. പിന്നെയും നമ്മൾ ആദ്യം കുക്കർ വിസിലൊക്കെ ഇട്ട് വെക്കേണ്ടി വരും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതെല്ലാവർക്കും അറിയണതായിരിക്കും, എന്നാലും ആദ്യമായിട്ട് ചെയ്യണ കുട്ടികൾക്ക് ഉപകാരമായിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് പറയണത്. ഇനി ഇതിലേക്ക് ശർക്കര ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മളിട്ട ശർക്കര എല്ലാം നന്നായിട്ട് മെൽട്ടായിട്ടുണ്ട്. ഇപ്പോൾ കല്ലുള്ള ശർക്കരയാണെങ്കിൽ നിങ്ങൾ അത് നന്നായിട്ട് അരിച്ചിട്ട് വേണം ഒഴിക്കാനായിട്ട്. ഇതിലേക്ക് ഞാൻ ഒരു നുള്ളു ഉപ്പിടുകയാണ്. ആ മധുരം ഒന്ന് ബാലൻസായി കിട്ടാനാണ്. കുറച്ച് ഏലക്ക ഇടുകയാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് 1 സ്പൂൺ നെയ്യിടാം. ഇനി ഞാൻ ഓഫ് ചെയ്യണം. ഇതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യണം. ഞാൻ സ്റ്റവ് ഓഫ് ചെയ്ത് കഴിഞ്ഞു. അത്ര എളുപ്പത്തിൽ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു അല്ലേ. ഇത് എളുപ്പം മാത്രമല്ല, അത് ഹെൽത്തിന് അത്രയും നല്ലതാണ്. ഇപ്പോൾ നമ്മുടെ ശർക്കര ആട്ടെ, അത് അയൺ കണ്ടൻ്റാണ്. ചെറുപയർ റിച്ച് ഇൻ പ്രോട്ടീനാണ്. അപ്പോൾ അതൊക്കെ എത്ര ഹെൽത്തി ആയിട്ടുള്ളതാണ് നമ്മുടെ പഴയ കാലത്തെ ഡിഷസ്. നോക്കൂ, സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്ക് നമുക്ക് പാലിൻ്റെ ഒപ്പം ഇതും കൂടെ ഒരു കട്ടോരിയിൽ കൊടുത്തു കഴിഞ്ഞാൽ അവർ നല്ല ഫില്ലിങ്ങുമാണ്. അതേസമയം അവർ ഇഷ്ടപ്പെട്ട് കഴിക്കും. മധുരമല്ലേ. നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള പ്രസാദങ്ങളൊക്കെ എത്ര ഹെൽത്തിയാണ് നോക്കൂ. ഇന്നലെ ഇട്ട നിലക്കടല ചുണ്ടൽ, അതേപോലെ മിനിയാന്നിട്ട നമ്മുടെ നെയ് പായസം, എത്ര ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പീസാണ് പണ്ടുകാലം മുതൽ നമ്മുടെ ആൾക്കാർ കഴിച്ചുകൊണ്ടിരുന്നത് അല്ലേ. ഇപ്പോഴത്തെ ജനറേഷനിലെ കുട്ടികൾ ഇതൊന്നും കഴിക്കണ്ടാവില്ല. അപ്പോൾ എല്ലാവരും ഇതൊക്കെ കുട്ടികൾക്ക് കൊടുക്കണം. അത്രയും ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങളാണ് പണ്ടത്തെ ആൾക്കാർ നമുക്കായിട്ട് കാണിച്ചു തന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് മാത്രം പോരാ, അഭിപ്രായം പറയണം. പിന്നെ എപ്പോഴും പറയണ പോലെ തന്നെ വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായം എല്ലാം എനിക്ക് കമൻറ്റിലൂടെ അറിയിക്കണം. പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. നാളെ മറ്റൊരു പ്രസാദവുമായിട്ട് കാണാം. താങ്ക് യു ഓൾ.